SUCI നേതാവ് മിനിക്കെതിരെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ വക്കീൽ നോട്ടീസ്. മന്ത്രി വീണ ജോർജിനെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ ഭർത്താവ് ജോർജ് ജോസഫ് ആട്ടിയോടിച്ചു എന്ന പരാമർശത്തിലാണ് നോട്ടീസ്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിനിടെയാണ് SUCI നേതാവിന്റെ പരാമർശമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, സമരവേദിയിൽ നിന്നുകൊണ്ട് അവർ ഇത് പറയുന്നു. പിന്നീട് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് നമ്മൾ കേട്ടതാണ്. ഭർത്താവ് ഔദ്യോഗിക വസതിയിൽ ഉണ്ടാകാറില്ല, പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയിലേക്ക്, നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് കുടുംബം? തീർച്ചയായും മന്ത്രിയുടെ ഭർത്താവ് നിയമ നടപടിയിലേക്ക് ഹൈക്കോടതി അഭിഭാഷകൻ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മിനിക്കെതിരെ. കൃത്യമായ രീതിയിലുള്ള അധിക്ഷേപ പരാമർശം എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. സാധാരണ ഈ അങ്ങാടിക്കൽ, പത്തനംതിട്ട അങ്ങാടിക്കലിലെ വീട്ടിലാണ് ഡോക്ടർ ജോർജ് ജോസഫും അവരൊക്കെ ഉണ്ടാകാറുള്ളത്. അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം തിരുവനന്തപുരത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ അവിടുന്ന് മടങ്ങി വരികയും ചെയ്യുന്ന പതിവാണുള്ളത്. ആ ഘട്ടത്തിലാണ് അവിടെ വെച്ച് ആട്ടി ഓടിച്ചു എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിലുള്ള അധിക്ഷേപ പരാമർശമാണ്. മന്ത്രിയെ മാത്രമല്ല തന്നെയും വ്യക്തിപരമായ രീതിയിലുള്ള അധിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ എന്നാണ് ജോർജ് ജോസഫ് അല്പസമയം മുൻപ് നമ്മളോടുകൂടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വക്കീൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ തീരുമാനം. ഇതിലിപ്പോൾ അന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു, പത്തനംതിട്ടയിലേക്ക് ചെന്നിട്ടുണ്ടോ എന്നറിയില്ല, ഇനി അവിടെ ചെന്നതായി അറിയില്ല, CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാം എന്നുകൂടി പറയേണ്ടുന്നത് മന്ത്രിക്ക് അന്ന് അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിൽ ഈ ആരോപണം ഉന്നയിച്ച നേതാവ് പിന്നീട് ഈ കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായോ ശ്രീജിത്ത്? ആരോപണം ഉന്നയിച്ച മിനി ഇക്കാര്യത്തെക്കുറിച്ചൊരു പ്രതികരണം പിന്നീട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മന്ത്രി വീണ ജോർജ് ആകട്ടെ ഈ വിഷയത്തെ വളരെ ഗൗരവം അല്ലെങ്കിൽ വികാരത്തോടു കൂടി തന്നെയാണ് സമീപിച്ചത്. കാരണം അവരുടെ ഭർത്താവ് അവിടെ ഉണ്ടാകാറേയില്ല. മക്കളും അതുപോലെ തന്നെ വീണ ജോർജും ഒക്കെയാണ് ആ വസതിയിൽ ഉണ്ടാകാറുള്ളത്. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലാണ് തുടരുന്നത്. അദ്ദേഹത്തിന് ഒരു ഫാം ഒക്കെ ഉണ്ട്, കൃഷിയൊക്കെ അവിടെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ വന്നിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ചൊരു സംശയമുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കി ആ മേഖലയിലേക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവർ അത് ഒരു വൈകാരികമായ വിഷയം കൂടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഭർത്താവിനെ കൂടി ഈ കേസിലേക്ക് ഈ വിഷയത്തേക്ക് വലിച്ചഴക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് മന്ത്രി വീണ ജോർജ് നമ്മോട്, ഞാൻ അല്പസമയം മുമ്പ് അവരെയും വിളിച്ചിരുന്നു, അവരും പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ നിയമ നടപടി എന്ന് തന്നെയാണ് മന്ത്രിയും അറിയിക്കുന്നത്. ഇതിലിപ്പോൾ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതിന്റെ ആവശ്യം എന്താണ് ശ്രീജിത്ത്? നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വക്കീൽ നോട്ടീസിൽ ഡോക്ടർ ജോർജ് ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് പരാമർശം പിൻവലിക്കുക, മാപ്പ് പറയുക, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും. അതിനൊരു 10 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്യും. വക്കീൽ നോട്ടീസിലുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പരാമർശം പൊതുമാധ്യമങ്ങളിലൂടെ പറയണം, ഏറ്റുപറയണം, തെറ്റുപറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് മറ്റെന്തോ തരത്തിൽ പറഞ്ഞു പോയതാണ് എന്ന തരത്തിൽ കൃത്യമായ രീതിയിൽ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ശരി.